പോർട്ട ബ്രേക്കിംഗ് നൗ. ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ച SIT. പോറ്റിയും ശ്രീകൃഷ്ണനും ഫോണിൽ സംസാരിച്ചു. പോറ്റിയുടെ CDRൽ ശ്രീകൃഷ്ണന്റെ നമ്പറുണ്ട്. ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT. ഡി മണിയുടെ ഇടപാടുകൾ അടിമുടി ദുരൂഹമെന്ന നിഗമനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരാനാണ് SITയുടെ നീക്കം. ഹരിമോഹനും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, ശ്രീകൃഷ്ണനും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സുജയ, ഇതുവരെയുള്ള SITയുടെ അന്വേഷണത്തിൽ ശ്രീകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കാവുന്ന പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. കാരണം ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോൾ രേഖകൾ, അതായത് CDR രേഖകളൊക്കെ നേരത്തെ തന്നെ SIT ശേഖരിച്ചിരുന്നു. ഇപ്പോഴാണ് അതിനകത്തെ ഒരു നമ്പർ അത് ആരുടേതായിരുന്നു എന്ന് SITക്ക് ബോധ്യം വന്നത്. അത് പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുള്ള ഡി മണിയും പോറ്റിയും തമ്മിലുള്ള ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റേതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് SIT വന്നിരിക്കുന്നു. ആ ശ്രീകൃഷ്ണന്റെ നമ്പർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR രേഖകളിൽ ഉണ്ട്. അതായത് നിരന്തരം ഇവർ തമ്മിൽ ഫോൺ വിളിച്ചിരുന്നു പല സമയങ്ങളിലായി. 19 തന്നെ, അതായത് ദ്വാരപാലക പാളികളൊക്കെ കടത്തിയ കാലത്തും അതിനുശേഷവും ഒക്കെ തന്നെ ഇവർ തമ്മിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? പ്രവാസി വ്യവസായി പറഞ്ഞിരിക്കുന്ന മൊഴിയിലെ കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് 2020 ഒക്ടോബർ 26 ഈ പണക്കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ വെച്ച് നടക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ, അതായത് 2020 അവസാന സമയത്തൊക്കെ തന്നെ ഇവർ തമ്മിൽ ഫോൺ വിളിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രേഖകളാണ് ഇപ്പോൾ നിലവിൽ SITയുടെ പക്കൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ശ്രീകൃഷ്ണനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയണം. ശ്രീകൃഷ്ണനെ കേരളത്തിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്നുള്ള നിലപാടിലേക്ക് SIT എത്തുകയാണ് എന്നുള്ളത് മനസ്സിലാകുന്നു. ഡി മണിയോടൊപ്പം തന്നെ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തുറന്നു കിട്ടുകയാണ്. ഇന്നലെ വിരുദനഗർ, തമിഴ്നാട്ടിലെ വിരുദനഗറിൽ ശ്രീകൃഷ്ണന്റെ അടുത്തെത്തി SIT പ്രാഥമിക വിവരശേഖരണം നടത്തിയപ്പോൾ തനിക്ക് പോറ്റി അറിയില്ലെന്നും. ഹരിമോഹൻ, അഷ്കർ അലി കരിമ്പയുണ്ട് ദിണ്ടിഗലിൽ നിന്ന്. അഷ്കർ, ദിണ്ടിഗലിൽ എത്തി നമ്മൾ ഈ മണിയെ കണ്ടു. പക്ഷേ മണി പല കാര്യങ്ങളും മാറ്റിയും മറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ദിണ്ടിഗലിലും ഒപ്പം തന്നെ വിരുദനഗറിലും ഒക്കെ കേന്ദ്രീകരിക്കുകയാണ്. സുജയ, മണി പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SIT സംഘത്തിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നത്. ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മണിയുമായി ബന്ധമുള്ള ബാലമുരുകൻ, ബാലമുരുകന്റെ പേരിലുള്ള നമ്പറാണ് മണി ഉപയോഗിച്ചിരുന്നതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ബാലമുരുകനും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറാണ്. അപ്പോൾ അയാളും മണിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് ഇപ്പോൾ തന്നെ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ വിരുദനഗറുള്ള ദിണ്ടിഗലിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശമാണ് വിരുദനഗർ എന്ന് പറയുന്നത്. അവിടെയും ഇന്നലെ SIT സംഘം എത്തി പരിശോധന നടത്തുകയും പ്രാഥമിക വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും മണി പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന തെളിവുകൾ SITയുടെ പക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ വൈകാതെ മണി പ്രതിക്കൂട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായും 30-ന് തിരുവനന്തപുരത്തേക്ക് മണി എത്തുമ്പോൾ കൂടുതൽ പരിങ്ങലിലേക്ക് മണിയുടെ കാര്യം പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു അഷ്കർ അലി കരിമ്പയും ഹരിമോഹനും. അപ്പോൾ മണിയിൽ നിന്ന് തുടങ്ങി ശ്രീകൃഷ്ണനിലേക്ക് പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തി എങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നതെന്നറിയാൻ നമുക്ക്